Alhamdulillah, Alhamdulillah, Nahmaduhu wa nasta'inuhu wa nastaghfiruhu wa natawakkalu alayhi wa na'udhu billahi min sururi أنفسنا ومن سيئات أعمالنا فمن يهده الله فلا هادي له ونشهد أن سيدنا وحبيبنا محمد صلى الله عليه وسلم ഗഗനമെന്തൊരത്ഭുതം, സമുദ്രമെന്തൊരത്ഭുതം, സകല ജീവജാല ജീവനെന്തൊരത്ഭുതം, സകലതും രചിച്ചതോർത്തിലകിലനാഥനായ നീ സർവസേച്ഛനിൻ പദം നമിച്ചിടുന്നു ഞാൻ വിഭോ. ഏറ്റവും ബഹുമാനാതിരുവകൾ നിറഞ്ഞ വിധികർത്താക്കളെ, മറ്റു എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കൂടുതലൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. സുബ്ഹുൽ സലാമിൻ്റെ സർഗവസന്തം പെയ്തിറങ്ങുന്ന ഈ സുലഭവേദിയിൽ ഖുർആനും സയൻസും എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായി സംസാരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ 6000 പേരും വരുന്ന സൂറത്തുകൾ തന്നെ മാറ്റിവെച്ചുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ 1/6 ഭാഗം പരിശുദ്ധമാക്കപ്പെട്ട ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പറയാൻ മാറ്റിവെച്ചുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ചെന്ന ഈ ചിന്ത ഏതെങ്കിലും ഈ വഅദിൻ്റെ സദസ്സിൽ പറയാതിരുന്നാൽ അത് ഖുർആനിനോടുള്ളൊരു അപമര്യാദയായി മാറ്റേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ 1000 പേരും വരുന്ന ആയത്തുകളെ തന്നെ മാറ്റിവെച്ചുവെങ്കിൽ അസമയത്ത് ആഖിറത്തെക്കുറിച്ച് പറയാനല്ല, ദുനിയാവിനെക്കുറിച്ച് പറയാനല്ല, സ്വർഗത്തെക്കുറിച്ച് പറയാനല്ല, നരകത്തെക്കുറിച്ച് പറയാനല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാനവലോകത്തോട് വിളിച്ച് പറഞ്ഞതെന്താ? മാനവാ, നീ ജീവിക്കുന്ന ഭൂമിയിൽ നീ മേപ്പോട്ട് നോക്കിയാൽ കാണുന്ന ഭൂമിക്കൊടുവൽ കുട പോലെ നിവർന്നു നിൽക്കുന്ന ഈ നീലാകാശം, ഈ നീലാകാശമൊക്കെ പടച്ചറബ് പടച്ചതെന്തിനാ? ആർക്ക് വേണ്ടിയാ പടച്ചത്? അല്ലാഹു തആല അവൻ്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ പറയുകയാ, അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതി മിനൽ അർളി മിസ്ലഹുന്നാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ പടച്ചറബിനെ പരിചയപ്പെടുത്തുമ്പോൾ, അല്ലാഹുവിനെ പരിചയപ്പെടുത്തുമ്പോൾ അല്ലാഹ് പറഞ്ഞതെന്താ? പടച്ചറബ് പറഞ്ഞതെന്താ? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇറാ ഗുഹയുടെ ഇരുളടഞ്ഞ ഇടനാടുകളിൽ ധ്യാന ദിനങ്ങളായിരുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യമായി പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ആയത്തിറങ്ങുമ്പോൾ പടച്ചറബ് പരിചയപ്പെടുത്തിയത് എങ്ങനെയാ? ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ ഖലഖ. വായിക്ക മനുഷ്യ, വായിക്കുക. മാനവാ മാനവാ മാനവാ, വായിച്ചു പഠിക്കുക. ആരെയാണ് വായിക്കണമെന്നറിയുമോ? എന്താണ് വായിക്കണമെന്നറിയുമോ? മേരി സല്ലിയുടെ കഥയല്ല, ജയ്സീറിൻ്റെ നാടകമല്ല, പിന്നെ ആരെയാ വായിക്കണമെന്നറിയുമോ? അല്ലദീ ഖലഖൽ ഇൻസാന മിൻ ഖലഖ. മനുഷ്യനെ സൃഷ്ടിച്ച അല്ലാഹുവിനറിയാം. ആദ്യമായിട്ട് അല്ലാഹുവിൻ്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പടച്ചറബ് പരിചയപ്പെടുത്തുമ്പോൾ അല്ലാഹ് പറഞ്ഞതെന്താ? പടച്ചറബ് പറഞ്ഞതെന്താ? മാനവാ മാനവാ മാനവാ, നിന്നെ സൃഷ്ടിച്ച അല്ലാഹുവിനറിയുക. അല്ലാഹുവിനെ പടച്ചവനെന്ന് മാത്രമല്ല, പടച്ചറബ് ആരെന്നറിയുമോ? ആരാ നമ്മളെ പടച്ചവനാരാ? നമ്മളെ പടച്ചറബ് ആരാ? അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതി മിനൽ അർളി മിസ്ലഹുന്നാർ. 6 ദിവസങ്ങൾ കൊണ്ട് ഭൂമിയെയും ആകാശത്തെയും പടച്ച തമ്പുരാൻ 6 ദിവസങ്ങൾ കൊണ്ട് ഈ ഭൂമിയെയും ആകാശത്തെയും ഈ അഖിലോക ബ്രഹ്മാണ്ട കിടാത്ത പടച്ചൊരുക്കിയ അല്ലാഹ്
അല്ല പറയുകയാ, ഈ ആകാശത്തെയും ഈ ഭൂമിയെയും ഈ ആകാശഭൂമിയിലെ സർവ്വതയും ഞാൻ എന്തിനാ പടച്ചതെന്നറിയുമോ? ആർക്ക് വേണ്ടിയാ പടച്ചതെന്നറിയുമോ? എന്തിനു വേണ്ടിയാ പടച്ചതെന്നറിയുമോ? വല്ലദീ ഖലഖലകും മാ ഫിൽ അർളി ജമീആ. ഇതെല്ലാം പടച്ചത് മനുഷ്യ നിനക്ക് വേണ്ടിയാ. ഭൂമിയുള്ള സർവ്വതിനെയും ഭൂമി തന്നെ പടച്ചത് അല്ലാഹു തആല പടച്ചത് മനുഷ്യന് വേണ്ടിയാ. എന്നാ മനുഷ്യനെ പടച്ചതോ അള്ളാഹ്ക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ മനുഷ്യനെ വെറുതെ പടച്ചതല്ല. അല്ലാഹു തആല വെറുതെ അലങ്കാരത്തിന് വേണ്ടി പടച്ചതല്ല. എന്തിനാ പടച്ചത്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എത്ര ശരിയാ. മനുഷ്യൻ എത്ര നന്ദി കെട്ടവനാ. കാരണം എന്താണെന്നറിയോ? പടച്ചറബ് മനുഷ്യനെ കുറിച്ച് പറഞ്ഞത് എന്താ? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും ഞാൻ പടച്ചത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എന്തിനാണ് ഭൂമിയിൽ വന്നതെന്നറിയാതെ ഭൂമിക്ക് മുകളിൽ ഏകാന്ത ജീവി എപ്പോഴും ജീവിക്കുമ്പോൾ ഇല്ല മനുഷ്യ ഇല്ല. ഭൂമി പടച്ചത് നിനക്ക് വേണ്ടി, ആകാശം പിറന്നത് നിനക്ക് വേണ്ടി, സൂര്യൻ ഉദിച്ചത് നിനക്ക് വേണ്ടി, നക്ഷത്രം വന്നത് നിനക്ക് വേണ്ടി. ഇതെല്ലാം പടച്ച റബ്ബ് പറയുകയാ. നീ ഭൂമിയിലേക്ക് ആദ്യമായി കടന്നു വന്ന സമയത്ത് നിനക്ക് വായു തന്ന, നിനക്ക് ഭക്ഷണം തന്ന, നിനക്ക് ആഹാരം തന്ന, നിനക്ക് മക്കളെ തന്ന, നിനക്ക് ഭാര്യയെ തന്ന. എനിക്ക് നീ ഒരു നേരത്തെ ഭക്ഷണം തരണ്ട, ഇനി ഒരു നേരത്തെ പാർപ്പിടം തരണ്ട. നിനക്ക് ഒരേ ഒരു ജോലിയുള്ളൂ, അത് ഇബാദത്താ. യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്ന പക്ഷികളെ പോലും പടത്തുന്നില്ല. കാണുന്ന പർവ്വതങ്ങളെ, നരസിംഹങ്ങളെ, മാമലകളെ, മാമയിലുകളെ, മാമരങ്ങളെ, കാണുന്ന വടവൃക്ഷങ്ങളെ, കാണുന്ന പുൽമേടുകളെ, ചരാചരങ്ങളെ, നാൽക്കാലികളെ പടച്ചതിനാ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാ. എന്നാൽ ഇന്ന് ഇബാദത്ത് ഇല്ലാതെയാകുന്ന ഈ പ്രപഞ്ചം തന്നെ ഇല്ലാതെയാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവർ, അല്ലാഹു തആല നമ്മളെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? എന്തുകൊണ്ടാണ് പടച്ചറബ് നമ്മളെ പടച്ചത്? സ്വർണം കൊണ്ടല്ല, വെള്ളി കൊണ്ടല്ല, ഡയമണ്ട് കൊണ്ടല്ല, വെറും മണ്ണ് കൊണ്ടാ. എന്നാൽ ഇന്നും ശാസ്ത്രം അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മളെ ഖുർആൻ പറഞ്ഞെന്താ? അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഖുർആൻ പറഞ്ഞെന്താ? മിൻഹാ ഖലഖനാകും വഫിയാ നുഈദുകും വമിനാ നുഖ്രിജുകും താറതൻ നുഖറാ. മിൻഹാ ഖലഖനാകും. മനുഷ്യ, നീ ആഡംബരം കളിക്കുന്ന, നീ അധികാരം കളിക്കുന്ന മനുഷ്യനില്ലേ, നിന്നെ ഞാൻ പടച്ചത് മണ്ണിൽ നിന്നാ. വഫിയാ നുഈദുകും. നീ പോകാനുള്ളത് മണ്ണിലേക്കാ. വമിനാ നുഖ്രിജുകും താറതൻ നുഖറാ. ഒരിക്കൽ നീ മണ്ണിലേക്ക്, ഒരിക്കൽ നീ എന്നെ മണ്ണിൽ നിന്ന് എന്നെ പുനർജീവിപ്പിക്കും. ഭൂമിയിട്ട് മനുഷ്യൻ എങ്ങനെ സഞ്ചരിച്ചാലും ശരി, ചൊവ്വയിൽ പോയാലും ചന്ദ്രനിൽ പോയാലും ശരി, മരിക്കണമെങ്കിൽ ഭൂമിയിലേക്ക് തന്നെ വരണം. മരണം ഭൂമിയിൽ നിന്ന് മാത്രമേ സംഭവിക്കൂ. കാരണം എന്തെന്നറിയോ? പടച്ചറബ് മനുഷ്യനോട് വെല്ലുവിളിച്ചതാ. ഞാൻ നിർത്തുകയാണ്. പ്രിയമുള്ളവരെ, ഈ അഖിലോക ബ്രഹ്മാണ്ഡഘടാധിപനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാണുന്ന കോടാനി കോടി ജന്തുജാലങ്ങളെ, പർവ്വതങ്ങളെ, മാമലകളെ, മാമരകളെ പടച്ചറബിന് എല്ലാം ഇല്ലാതെയാക്കാനും അറിയാം. നമ്മളിന്ന് വലിയ വലിയ വീടുകളിൽ, ഫ്ലാറ്റുകളിൽ, കൊട്ടാരങ്ങളിൽ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ അരങ്ങ് തകർക്കുന്ന ഇഞ്ഞാട്ടത്തിൻ്റെ ആവാസങ്ങള് അധികരിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടം നമ്മൾ സുഖസന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പടച്ച റബ്ബിനെ മറന്നു കഴിഞ്ഞാൽ, ഇതെല്ലാം തന്ന റബ്ബിനെ മറന്നു കഴിഞ്ഞാൽ അത് നമ്മളെ മറക്കും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവർ, നമ്മൾ എത്ര കാലം ജീവിക്കുമെന്ന് പറയാൻ പറ്റൂല. എത്ര കാലം ജീവിച്ചാൽ നമ്മൾ പോകാനുള്ളത് ഇതൊക്കെ മണ്ണിലേക്ക് തന്നെ നമ്മളെ പോക്ക്. വീടുണ്ടാക്കിയ വീട്ടിൽ സ്ഥിരതാമസം സൗകര്യം വിചാരിക്കേണ്ട, നമ്മൾ യാത്രക്കാർ മാത്രമാണ്. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പോകാനുള്ളത് മണ്ണിലേക്ക്. അല്ലാഹു തആല ഞങ്ങളെ മരണം നല്ല സോലിയായ മരണമാക്കി മാറുന്നത്. പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, ഇനിയുള്ള കാലമെങ്കിലും ഒരു നല്ലൊരു അടിമയായി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ എന്ന ദുആ വസിയത്തോടു കൂടി ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.